Hi, hello everyone. Welcome to AIFER Education. This is Rashid. We will discuss the Victorian Age. So, we will Romantic Age a reaction at Queen Victoria time period Victorian Age. So, today we are going to discuss about the major characteristics as well as features of Victorian Age. Victorian Age characteristics and features we are going to discuss it today. So, these classes, materials, questions you can join our guidance group soon. നമ്മുടെ description box guidance group link available ആണ്. അതേപോലെ തന്നെ QR code ഇവിടെ ഉണ്ട്. So paper 1 ആണെങ്കിലും paper 2 അതായത് ഇംഗ്ലീഷിന്റെ ആണെങ്കിലും നിങ്ങൾക്ക് ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ്, ഫ്രീ ആയിട്ട് ക്ലാസ്സസ്, ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവറിത്തിങ് വിൽ ബി അവൈലബിൾ ഫ്രം ദി പാർട്ട് ഓഫ് AIFER. സോ ഏറ്റവും നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ അവർ ഗൈഡൻസ് ഗ്രൂപ്പ് സൂൺ. Okay, so now coming to how Victorian age. So as you all know, Victorian era എന്ന് പറയുന്നത് it's about നമുക്കറിയാം ക്യൂൻ വിക്ടോറിയയുടെ ടൈം പീരീഡ് ആണ് അല്ലേ. സോ ക്യൂൻ വിക്ടോറിയയുടെ ടൈം പീരീഡിനെയാണ് ഫ്രം 1837 ടു 1901. ആ ഒരു 1837 ടു 1901 എന്നുള്ള ടൈം പീരീഡിനെയാണ് നമ്മൾ വിക്ടോറിയൻ ഏജ് എന്ന് വിളിക്കുന്നത്. ഫ്രം 1837 ടു 1901 ആൻഡ് ദി reign of Queen Victoria. Queen Victoria'യുടെ റീനിനെയാണ് നമ്മൾ വിക്ടോറിയൻ ഏജ് എന്ന് വിളിക്കുന്നത്. ലൈക്ക് എലിസബത്തൻ ഏജ് എന്ന് വിളിക്കുന്ന പോലെ, ജക്കോബിയൻ പീരീഡ് എന്ന് വിളിക്കുന്ന പോലെ, എഡ്വേർഡിയൻ എറ എന്ന് വിളിക്കുന്ന പോലെ ക്യൂൻ വിക്ടോറിയയുടെ ഏജ് ആണ് ഫ്രം 1837 ടു 1901. ആൻഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും ലോങ്സ്റ്റ് റൂളിംഗ് പീരീഡ് ആണ് ശരിക്കും ഈ ഒരു 1837 ടു 1901 എന്ന് പറയുന്നത്. ലോങ്സ്റ്റ് റീൻ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്. ആൻഡ് ദിസ് പീരീഡ് ഈസ് ഓൾസോ നോൺ ആസ് ദി സെക്കൻഡ് ഇംഗ്ലീഷ് റിനൈസൻസ്. കാരണം എലിസബത്തൻ ഏജിന് ശേഷം പിന്നീട് ഒരു കൈൻഡ് ഓഫ് റിനൈസൻസ്, എല്ലാ കാര്യത്തിലും ഒരു kind of development, ഒരു innovation, ഒരു റീതിങ്കിങ്, ഇതെല്ലാം വന്നത് ക്യൂൻ വിക്ടോറിയയുടെ ടൈമിലാണ്. സോ നമ്മൾ സെക്കൻഡ് റിനൈസൻസ് എന്ന് കൂടിയിട്ട്, ഇംഗ്ലണ്ടിലെ സെക്കൻഡ് റിനൈസൻസ് എന്ന് കൂടിയിട്ട് നമ്മൾ വി ഓൾസോ സേ റിഗാർഡിംഗ് ക്യൂൻ വിക്ടോറിയൻ ഏജ് ഓർ വിക്ടോറിയൻ ഏജ്. ആൻഡ് എല്ലാ ഫീൽഡിലും ഇൻക്ലൂഡിംഗ് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, പൊളിറ്റിക്സ്, എല്ലാ ഫീൽഡിലും ദർ വാസ് എ റീതിങ്കിങ് ആസ് വെൽ ആസ് എ ഡെവലപ്മെന്റ്, ഒരു ഹ്യൂജ് ഡെവലപ്മെന്റ് വന്നിട്ടുള്ളൊരു ടൈം കൂടിയാണ്. ആൻഡ് എല്ലാ കാര്യത്തിലും ഒരു കൈൻഡ് ഓഫ് ഹൈ എനർജിയും നമുക്ക് ഈ ഒരു ടൈം പീരീഡിൽ കാണാൻ കഴിയുകയും ചെയ്യും. ഓക്കെ, സോ അതാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു ദി അതർ ഫീച്ചേഴ്സ്. സോ നമ്മൾ പറഞ്ഞു ഒരു ഹൈലി ഒരു എനർജറ്റിക് ആയിട്ടുള്ള ടൈം പീരീഡ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദർ വാസ് എ ഹ്യൂജ് ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ലണ്ടൻ. ലണ്ടനിൽ വലിയൊരു ചേഞ്ച് വന്നിട്ടുള്ള ടൈമാണ്. കാരണം യൂറോപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിറ്റി ആയിട്ട് ലണ്ടൻ മാറി തുടങ്ങി. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, കൊളോണിയലിസം അതിൻ്റെ പീക്കിൽ വന്നു തുടങ്ങി, ഇമ്പീരിയലിസം, യൂട്ടിലിറ്റേറിയനിസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇംഗ്ലണ്ട് ഇങ്ങനെ ഒരു ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്ത് വന്നൊരു ടൈം കൂടിയാണ്. അല്ലെങ്കിൽ ലണ്ടൻ അതിൻ്റെ സെൻറ്ററിലേക്ക് വന്നൊരു ടൈം കൂടിയാണ് വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇൻഡസ്ട്രിയലൈസേഷൻ അതിന്റെ പീക്കിലേക്ക് വന്നു, ഇമ്പീരിയലിസം അതിന്റെ പീക്കിലേക്ക് വന്നു, കൊളോണിയലിസം അതിന്റെ പീക്കിലേക്ക് വന്നു, യൂട്ടിലിറ്റേറിയനിസം, അങ്ങനെ എല്ലാ രീതിയിലും ലണ്ടൻ ബിക്കംസ് എ സെന്റർ ഓഫ് ദി വേൾഡ് ഓർ ഇംഗ്ലണ്ട് ബിക്കം ദി ഡോമിനേറ്റിംഗ് നേഷൻ ഇൻ ദി വേൾഡ്. ആ രീതിയിലേക്ക് ഇംഗ്ലണ്ട് മാറി തുടങ്ങി. ആൻഡ് വിക്ടോറിയൻ എറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എ ലോട്ട് ഓഫ് ടേംസ് സ്റ്റാർട്ടഡ് ഇവോൾവിങ് ആഫ്റ്റർ വിക്ടോറിയൻ ഏജ്. വിക്ടോറിയൻ ടെമ്പർ, വിക്ടോറിയൻ മൊറാലിറ്റി, അങ്ങനെ ഒരുപാട് ടേംസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി തുടങ്ങി. ആൻഡ് യു ക്യാൻ സീ ഒരുപാട് വിക്ടോറിയൻ വേർച്യൂസ് ഉണ്ടായിരുന്നു. വിക്ടോറിയൻസ് ഇങ്ങനെ വളരെ വലിയ കാര്യം എന്ന് വിചാരിച്ച് അപ്ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ദ ടൈം ഓഫ് ദി കോൺട്രവേഴ്സി ഓർ ദി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസും ടെക്നോളജിയും, റിലീജനും, സയൻസ് വേഴ്സസ് റിലീജിയൻ, അങ്ങനെ സയൻസും റിലീജിയനും തമ്മിലൊരു കോൺഫ്ലിക്റ്റും കൂടെ വന്നു തുടങ്ങിയൊരു ടൈം കൂടിയാണ് ഈ ഒരു വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ഒരു നേച്ചർ ആയിരുന്നു, അവരുടെ ആ ഒരു കുറേ കാര്യങ്ങൾ അവർ വിർച്യൂസ് കൊണ്ടുവരണം എന്ന് വിചാരിച്ചായിരുന്നു. ഏർണസ്റ്റ്നെസ്, ഓണസ്റ്റി, മൊറാലിറ്റി, അങ്ങനെയുള്ള കുറേ അവർ നല്ലതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ഈ ഒരു പെർട്ടിക്കുലർ ചട്ടക്കൂടിൽ, ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിൽ ജീവിക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു വിക്ടോറിയൻ ടൈമിൽ, ആ ഒരു ടൈമിലുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി വിക്ടോറിയൻ എറ. ആ ഒരു വിക്ടോറിയൻ ടെമ്പറമെന്റ് ഉണ്ടായിരുന്ന ഒരു ടൈം കൂടിയാണ്. Now we can discuss from early Victorian period to the late Victorian period. Major writers, ആ ടൈമിലുണ്ടായിരുന്ന മേജർ സോഷ്യോ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. സോ എങ്ങനെയാണ് വിക്ടോറിയൻ എറ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൈമിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് പബ്ലിക് റെയിൽവേ ലൈൻ. ഓക്കെ, ഫസ്റ്റ് പബ്ലിക് റെയിൽവേ ലൈൻ വേൾഡിൽ ഓപ്പൺ ചെയ്യുന്നത് ഇംഗ്ലണ്ടിലാണ്. സോ ലിവർപൂൾ ആൻഡ് മാഞ്ചസ്റ്ററിലായിരുന്നു 1813. സോ ഇംഗ്ലണ്ടിന്റെ ലാൻഡ്സ്കേപ്പ് ബാക്കിയുള്ളതുമായിട്ട് കണക്റ്റഡ് ആയി. അതേപോലെ തന്നെ കൊമേഴ്സ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് കുറച്ചും കൂടിയൊക്കെ ഡെവലപ്ഡ് ആയി തുടങ്ങി. കൊളോണിയലിസം കുറച്ചും കൂടി ഈസി ആയി. സൊസൈറ്റി കുറച്ചും കൂടി ഡെവലപ്ഡ് ആവാൻ തുടങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ഇംപ്രൂവ്മെന്റ്സ്, കുറേ ഡെവലപ്മെന്റ്സ് വന്നൊരു ടൈമാണ് വിത്ത് ദാറ്റ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഫസ്റ്റ് റെയിൽവേ ലൈൻ.
Coming to the second one, the Reform Bill of 1832. അപ്പോൾ early Victorian period ഡെവലപ്മെന്റ്സിലേക്ക് പേവ് ചെയ്ത സ്റ്റെപ്സിനെ കുറിച്ചാണ് സ്റ്റാർട്ട് വിത്ത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് റെയിൽവേ ലൈൻ ആണ്. സെക്കൻഡ് വിത്ത് റിഫോം ബിൽ ഓഫ് 1832. 1867 സെക്കൻഡ് ഒരു റിഫോം ബില്ല് വന്നിട്ടുണ്ട്. സോ ക്ലാസ് സ്ട്രക്ചർ വളരെ വൈഡ് ആയിരുന്നു വിക്ടോറിയൻ ഏജിൽ. ആ ഒരു ഹൈ ക്ലാസ്സും ലോവർ ക്ലാസ്സും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ വളരെ വലുതാണ്. പൂവറും റിച്ചും, ഹാവ് ആൻഡ് ഹാവ് നോട്ട്സ് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ വളരെ വലുതായിരുന്നു. സോ ആ ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു വോട്ട്, എല്ലാവർക്കും വോട്ട് അവകാശം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസി ഇല്ലായിരുന്നു. റൈറ്റ് ടു വോട്ട് എല്ലാവർക്കും ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല. ആ ഒരു റൈറ്റ് ടു വോട്ട് എന്നുള്ളൊരു റൈറ്റ് ടു വോട്ട് എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് വന്നു തുടങ്ങി. സൊസൈറ്റിയെ ക്ലാസ് സ്ട്രക്ചറൊക്കെ മറ്റൊരു ഓൾ ടുഗദർ ആയിട്ട് കൊണ്ടുവരാനുള്ളൊരു നീക്കമായിരുന്നു ഒരു റിഫോം ബിൽ എന്ന് പറയുന്നത്. പിന്നീട് ഇറ്റ് ഗെറ്റ് എക്സ്റ്റെൻഡഡ് ടു റൈറ്റ് ടു വോട്ട്. അതേപോലെ തന്നെ എല്ലാ സിറ്റിസൻസ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂഡിങ് ഫീമെയിൽസിന് അപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്രോപ്പർട്ടി ഉള്ള എല്ലാ മെയിൽസിനും എന്നുള്ളതായിരുന്നു തുടക്കത്തിലുള്ള സിസ്റ്റം. പ്രോപ്പർട്ടി ഉള്ള എല്ലാ മെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു അരിസ്റ്റോക്രസിയാണ് വരുന്നത്. ലോവർ ക്ലാസ് പീപ്പിൾ ഒരിക്കലും വരില്ല, അല്ലെങ്കിൽ അപ് ടു ദി മാക്സിമം മിഡിൽ ക്ലാസ്സും കൂടി വരും. ലോവർ ക്ലാസ് ഒരിക്കലും വരില്ല പ്രോപ്പർട്ടി ഉള്ള മെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നീട് 1867 അത് സെക്കൻഡ് റിഫോം ബിൽ വന്ന സമയത്ത് അത് വർക്കിംഗ് ക്ലാസ്സിലും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ആൻഡ് യു ക്യാൻ അഗെയിൻ സീ ദാറ്റ് വിമൻ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദാറ്റ്. ഓക്കെ, സോ ആ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിക്ടോറിയൻ ഏജിനെ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രസ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. Now coming to the next one, അവർ 1830s 1840s ഒരുപാട് പ്രോബ്ലംസ് ഇംഗ്ലണ്ട് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടെങ്കിൽ തന്നെയും അൺഎംപ്ലോയ്മെന്റ് വളരെ സ്ട്രോങ് ആയിരുന്നു. അതുപോലെ പോവർട്ടി, റൈറ്റിംഗ്, ഫോർമേഷൻ ഓഫ് സ്ലംസ് ഇൻ ലാർജ് സിറ്റീസ്, അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വിക്ടോറിയൻസ് ഫേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഉള്ളവന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. വെൽത്ത് ഇസ് ടോട്ടലി അക്യുമുലേറ്റഡ് ഇൻ ദി അപ്പർ ക്ലാസ്. ഇല്ലാത്തവൻ്റെ കയ്യിൽ ഹാവ് നോട്ട്സും ഹാവ്സും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ വളരെ വലുതാണ്. ആൻഡ് ദീസ് ഹാവ് നോട്ട്സ് ആർ ഫേസിങ് പോവർട്ടി, they don't have any property, they are trying to settle in the slums of the larger cities, and the condition was so terrible regarding women and children. അങ്ങനെ വർക്കിംഗ് ക്ലാസ് കംപ്ലീറ്റ്ലി സഫർ ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ് ആ ഒരു ഏർലി വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. Now coming to the mid Victorian era. Okay, 1848 to 1870 ആണ്. നമ്മൾ 1840s വരെയുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ 1848 കമ്മിങ് ടു 1850s തൊട്ടുള്ള കാര്യം ടു 1870 ആണ് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ആ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ മാറി തുടങ്ങി, കുറച്ചും കൂടി പ്രോസ്പെറിറ്റി അച്ചീവ് ചെയ്ത് തുടങ്ങി ഇംഗ്ലണ്ട്. ഇംപ്രൂവ്മെന്റും സ്റ്റെബിലിറ്റിയും ഒപ്റ്റിമിസം ഒക്കെ വന്നു തുടങ്ങി. അതിൽ വലിയൊരു ഫാക്ടറായിട്ട് നിന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ദി ഗ്രേറ്റ് എക്സിബിഷൻ ഓഫ് 1851 ഇൻ ക്രിസ്റ്റൽ പാലസ്. അവിടെ നിന്നാണ് സത്യം പറഞ്ഞ ഒരു മോഡേൺ ഏജിൻ്റെ അല്ലെങ്കിൽ ഒരു മോഡേൺ ഇൻഡസ്ട്രി ആൻഡ് സയൻസിൻ്റെ ഒരു വലിയൊരു എക്സിബിഷൻ ആയിരുന്നു. ഒരു മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്കുള്ളൊരു ഇംഗ്ലണ്ടിൻ്റെ വലിയൊരു സ്റ്റെപ്പിംഗ് ആയിരുന്നു ഈ ഒരു എക്സിബിഷനിലൂടെ നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് എക്സിബിഷൻ ഓൾസോ മാർക്ക് ദി എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് എംപയർ. ഓക്കെ, സോ അവരുടെ കോളനീസിൽ ക്രിസ്ത്യാനിറ്റി, അവരുടെ കോളനീസിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി, റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. അങ്ങനെയൊക്കെയാണ് നമുക്ക് റെയിൽവേസ് ഒക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ മേജർ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സും ഒക്കെ അവർ കോളനീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ആൻഡ് ദേ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് എവറിത്തിങ് റൈറ്റ്. എല്ലാവരെയും ശരിയാക്കേണ്ട റെസ്പോൺസിബിലിറ്റി അവർക്കാണ് എന്ന് ചിന്തിച്ചു തുടങ്ങി. ആസ് വെൽ ആസ് കൺവേർട്ടിങ് ദം ഇൻ ടു ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് തുടങ്ങാനും തുടങ്ങി. അതാണ് ആ ഒരു മിഡ് വിക്ടോറിയൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സോ ഗ്രേറ്റ് എക്സിബിഷൻ ഓഫ് 1851 മാർക്ക്ഡ് എ സ്ട്രോങ് ബിഗിനിങ് to this prosperity of Victorian age. And coming to, there were high religious debates. കാരണം ഇവാഞ്ചലിക്കൽ മൂവ്മെന്റും ഓക്സ്ഫോർഡ് മൂവ്മെന്റും ഒക്കെ തമ്മിൽ ഒരുപാട് റിലീജിയസ് ഡിബേറ്റ്സ് നടന്നു തുടങ്ങി. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി വളരെ സ്ട്രോങ് ആയി തുടങ്ങി. സോ ആ ഒരു ചേർച്ചിലുള്ള വിശ്വാസങ്ങളും അതുപോലെ തന്നെ റിലീജിയനിലുള്ള വിശ്വാസങ്ങളും ഒക്കെ പീപ്പിളിന് പോയി തുടങ്ങി. ഓക്കെ, സോ അങ്ങനെയുള്ള വലിയ വലിയ ഡിബേറ്റ്സ് വന്നു തുടങ്ങി. അതേപോലെ തന്നെ വലിയൊരു കാര്യമാണ് ജെറമി ബെന്താംസ് ഐഡിയ ഓഫ് യൂട്ടിലിറ്റേറിയനിസം. ഓക്കെ, ദി ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദി ഗ്രേറ്റസ്റ്റ് നമ്പർ. ആ ഒരു കംപ്ലീറ്റ്ലി യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്നതിന് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടതിന് മാത്രം നമ്മൾ കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് വേണ്ടതിലേക്ക് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, നമുക്ക് തരുന്നവരോട് മാത്രം നമുക്ക് സ്നേഹം കാണിക്കുക തുടങ്ങി ആ ഒരു യൂട്ടിലിറ്റേറിയൻ ഒക്കെ തന്നെയും ജെറമി ബെന്താമിൻ്റെ ഒരു ഫിലോസോഫിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ആൻഡ് വിക്ടോറിയൻ പീപ്പിൾ വെർ ട്രൂലി യൂട്ടിലിറ്റേറിയൻ. ദേ ഹാവ് ദി യൂട്ടിലിറ്റേറിയൻ മെന്റാലിറ്റി. അതേപോലെ തന്നെ ആ ഒരു ടൈമിലാണ് ഏറ്റവും വലിയ റിമാർക്കായിട്ടുള്ള ഏറ്റവും വലിയ ചേഞ്ച് ആയിട്ടുള്ള ചാൾസ് ഡാർവിൻസ് ഓറിജിൻ ഓഫ് സ്പീഷീസും ദി ഡിസെന്റ് ഓഫ് മാനും പബ്ലിഷ് ചെയ്യുന്നത്. സോ ഫ്രം ദാറ്റ് എവറി വൺ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് റിലീജിയൻ.
സോ റൊമാൻറ്റിക് ഏജ് വരെ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു റിലീജിയന് നേരെ. പക്ഷേ ഈ ഒരു ചാൾസ് ഡാർവിൻ്റെ വർക്ക്സും സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും ജെറമി ബെന്താമിന്റെ യൂട്ടിലിറ്റേറിയനിസം ഫിലോസോഫി ഒക്കെ വന്നതിന് ശേഷം പീപ്പിൾ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് റിലീജിയൻ. പക്ഷെ അപ്പോഴും ക്വസ്റ്റ്യനിങ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആലോചിച്ചാണ്. ഓക്കെ, ക്വസ്റ്റ്യനിങ് മാത്രമേ നടന്നു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ മോഡേൺ ഏജിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ക്വസ്റ്റ്യനിങ് മാത്രമല്ല, അവര് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രമല്ല ക്രിട്ടിസൈസ് ചെയ്യാനും തുടങ്ങി എന്നുള്ളത് നമുക്ക് മോഡേൺ ഏജിൽ വരാൻ കാണാൻ പറ്റും. എനിഹൗ വിക്ടോറിയൻ ഏജിൽ ദേ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് ഇൻ ദി മിഡ് വിക്ടോറിയൻ പീരീഡ്. നൗ കമ്മിങ് ടു ദി ലേറ്റ് വിക്ടോറിയൻ ഏജ്. ലേറ്റ് വിക്ടോറിയൻ പീരീഡിൽ എന്ന് പറയുമ്പോൾ വിക്ടോറിയൻ വാല്യൂസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് തുടങ്ങി. കാരണം ഇനി മോഡേൺ ഏജിലേക്കുള്ളൊരു ട്രാൻസിഷൻ പീരീഡ് ആണ്. So what happens is that breakdown of Victorian values. കുറച്ചുകൂടി ഈസി, കാരണം കംപ്ലീറ്റ്ലി വളരെ ഡ്രൈ ആണ് എന്ന്, ആ ഒരു ലിറ്ററേച്ചർ ഒക്കെ വളരെ ഡ്രൈ ആണ് എന്നുള്ളത് പീപ്പിൾ സ്റ്റാർട്ടഡ് ഫൈൻഡിങ് ഇറ്റ്, ഓർ റൈറ്റേഴ്സ് ഓർ ആർട്ടിസ്റ്റ് സ്റ്റാർട്ടഡ് ഫൈൻഡിങ്. ഭയങ്കര ഡ്രൈ ആണ്. ദർ ഇസ് നോ കൈൻഡ് ഓഫ് എസ്തെറ്റിസിസം ദെയർ. എന്റർടൈനിങ് ആയിട്ടുള്ള ഫാക്ടർ ഒന്നുമില്ല. They start the development of aesthetic movement and pre-Raphaelite brotherhood. Art for art's sake, അതേപോലെ തന്നെ പെയിന്റിങ്ങിലൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുക, ഇമേജസിലൂടെ റെപ്രസെന്റ് ചെയ്യുക, തുടങ്ങിയ കാര്യങ്ങൾക്ക് തുടങ്ങി പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡും ഈസ്തെറ്റിസിസും ഒക്കെ വന്നു തുടങ്ങി. ലൈക്ക് DJ റോസറ്റി, ഓസ്കാർ വൈൽഡിനെ പോലുള്ള റൈറ്റേഴ്സ് ഒക്കെ ഇവോൾവ് ചെയ്തു തുടങ്ങി. ആൻഡ് ദിസ് വാസ് എ പീരീഡ് ഓഫ് സ്കെപ്റ്റിസിസം ആസ് വെൽ ആസ് ഡൗട്ട്. എല്ലാ കാര്യങ്ങളെയും ഡൗട്ട് അടിക്കുന്ന ഒരു പീരീഡാണ്. ക്വസ്റ്റ്യൻ ചെയ്തു, ഡൗട്ട് അടിച്ചു, ആൻഡ് ദി നെക്സ്റ്റ് ടൈം ഡ്യൂറിങ് ദി മോഡേൺ പീരീഡ് യു ക്യാൻ സി ദേ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ്. അവർ ഡൗട്ട് അടിച്ചതും ക്വസ്റ്റ്യൻ ചെയ്തതും മാത്രമല്ല, ദേ സ്റ്റാർട്ടഡ് കംപ്ലീറ്റ്ലി നെഗോഷിയേറ്റിംഗ് ഇറ്റ്, ദേ സ്റ്റാർട്ടഡ് കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റിംഗ് ഇറ്റ്. ഇതൊക്കെ നമുക്ക് പിന്നീടുള്ള വരുന്ന ഒരു ഏജിൽ കാണാൻ പറ്റും. ഈ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റിംഗ് ഒക്കെ വളരെ ചീപ്പായി. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി എത്രത്തോളം ഡെവലപ്ഡ് ആയി, പ്രിന്റിംഗ് ഒക്കെ വളരെ ചീപ്പായി. അതുകൊണ്ട് തന്നെ സർക്കുലേഷൻസും പബ്ലിക്കേഷൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ലിറ്റററി മാഗസിൻസും പീരിയോഡിക്കൽസും പബ്ലിഷ് ചെയ്തൊരു പീരീഡാണ് വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അബൌട്ട് കമ്പൽസറി എഡ്യൂക്കേഷൻ. വർക്കിംഗ് ക്ലാസ്സിനാണെങ്കിലും ലോവർ ക്ലാസ്സിനാണെങ്കിലും കമ്പൽസറി എഡ്യൂക്കേഷൻ വന്നു തുടങ്ങി. കാരണം ബുക്സിൻ്റെ ആണെങ്കിലും പോപ്പുലേഷൻ അതേപോലെ കൂടി, അതേപോലെ ഇലിറ്ററേറ്റ്സിൻ്റെ എണ്ണവും കൂടി. ആ ടൈമിൽ ഗവൺമെന്റ് സ്റ്റാർട്ടഡ് making that education is compulsory for everyone, every citizen. എല്ലാവർക്കും കമ്പൽസറി ആണെന്നുള്ളൊരു കാര്യവും വന്നു തുടങ്ങി. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രിന്റിംഗ് ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്മെന്റ്സ് വന്നു. ഒരുപാട് ടെക്സ്റ്റുകൾ, ഒരുപാട് നോവൽസ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരുപാട് ടെക്സ്റ്റുകൾ മാസസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ പീരിയോഡിക്കൽസ് ഏറ്റവും കൂടുതൽ പബ്ലിഷ് ചെയ്തൊരു ടൈമാണ് ഈ ഒരു ടൈം. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രിന്റിംഗ് ഒക്കെ വളരെ ചീപ്പാണ്, പ്രിന്റിംഗ് ഒക്കെ വളരെ ഈസി ആയി തുടങ്ങി. ആ ഒരു ഹ്യൂമൻ വർക്ക് കുറഞ്ഞു തുടങ്ങി, ഹ്യൂമൻ ലോഡ് റെഡ്യൂസ് ചെയ്ത് തുടങ്ങി. സോ പ്രിന്റിംഗ് ബിക്കം വെരി ചീപ്പർ ആൻഡ് ഇറ്റ് വാസ് ലാർജ് നമ്പർ ഓഫ് പീരിയോഡിക്കൽസ് ഗോട്ട് പബ്ലിഷ്ഡ്. ആൻഡ് ഓൾസോ ലിറ്ററേച്ചർ സ്റ്റാർട്ടഡ് ഇലുമിനേറ്റിംഗ് ഓർ ഇലുസേറ്റിംഗ് സോഷ്യൽ പ്രോബ്ലംസ്. അതൊരു ലിറ്ററേച്ചേഴ്സ് കംപ്ലീറ്റ്ലി കാര്യങ്ങൾ നോൺ ഫിക്ഷനിലൂടെ ആയിരുന്നു ആക്ച്വലി എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള വർക്ക്സ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് നൗ കംപ്ലീറ്റ്ലി ലിറ്ററേച്ചർ മൂവ്ഡ് ഇൻ ടു സോഷ്യൽ റിഫ്ലക്ഷൻ. അവിടെ ഉണ്ടായിരുന്ന അൺഎംപ്ലോയ്മെന്റ്, ആ ഒരു ക്ലാസ് ഡിവിഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, കൊളോണിയലിസം, എവറിത്തിങ് സ്റ്റാർട്ടഡ് റിഫ്ലക്റ്റിംഗ് ഇൻ ലിറ്ററേച്ചർ. അവിടെയാണ് തോമസ് ഹാർഡിയുടെ കൂട്ടുള്ള അത്രയും പെസിമിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചാൾസ് ഡിക്കൻസിന്റെ പോലെയുള്ള സൊസൈറ്റിയെ കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ചെയ്യുന്ന വർക്ക്സ് ഒക്കെ വരുന്നതിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. സോ ഒരു സൊസൈറ്റി കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് ആയി തുടങ്ങിയപ്പോൾ ഇറ്റ് റിസൾട്ടഡ് ഇൻ ഇൻക്രീസ്ഡ് റീഡിംഗ് പബ്ലിക്. കാരണം എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടി തുടങ്ങി, എല്ലാവർക്കും വായിക്കാൻ അറിഞ്ഞു തുടങ്ങി, ഈസിലി അവൈലബിൾ ആയി തുടങ്ങി. സർക്കുലേറ്റിംഗ് ലൈബ്രറീസിൽ മാത്രമല്ല, അവർക്കൊക്കെ വാങ്ങിക്കല്, ബുക്സും പീരിയോഡിക്കൽസും വാങ്ങിക്കല് ഈസി ആയി തുടങ്ങി, ലെസ് ഇക്കോണമിക് ആയി തുടങ്ങി. ഓക്കെ, സോ ആ ഒരു റീഡർഷിപ്പ് കൂടി. Now coming to the Victorian trends. ആ ടൈമിലുണ്ടായിരുന്ന മേജർ ട്രെൻഡ്സിനെ കുറിച്ചാണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. നമ്മൾ ഏർലി വിക്ടോറിയൻ ഏജ് പറഞ്ഞു, മിഡ് വിക്ടോറിയൻ ഏജ് പറഞ്ഞു, ലേറ്റ് വിക്ടോറിയൻ ഏജ് പറഞ്ഞു. ഈ വിക്ടോറിയൻ ഏജിൽ ഉണ്ടായിരുന്ന മേജർ ട്രെൻഡ്സിനാണ് സ്റ്റാർട്ടിങ് വിത്ത് റിയലിസം. സോ എന്താണോ ഉള്ളത് അത് അതേപോലെ പോർട്രേ ചെയ്യുക എന്നുള്ളതാണ് റിയലിസം എന്ന് പറയുന്നത്. ആസ് വി സീ ഇൻ ദി വർക്ക്സ് ഓഫ് ചാൾസ് ഡിക്കൻസ്. ഇംഗ്ലീഷ് സൊസൈറ്റി, ഡെയിലി ഇംഗ്ലീഷ് സൊസൈറ്റി അതേപോലെ തന്നെ സൊസൈറ്റിയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. ദറ്റ് ഈസ് വാട്ട് റിയലിസം മീൻസ്. Then comes Victorian compromise. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വിക്ടോറിയൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു ബിറ്റ്വീൻ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ്, ടെക്നോളജി ആൻഡ് റിലീജിയൻ. സയൻസും റിലീജിയനും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്ലാസ്സുമായിട്ടൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു. ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും തമ്മിലുള്ളൊരു വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. സോ ഇതിലൊക്കെ ഒരു കോംപ്രമൈസ് വന്നു തുടങ്ങി. ഓക്കെ, science, technology, development and communication, as with negative aspects like poverty, injustice, slums, etc.
Now, another trend during Victorian age was agnosticism. കാരണം ഗോഡിന്റെ എക്സിസ്റ്റൻസ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ വെരി ഒബ്സർവബിൾ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ പ്രൂവബിൾ. സോ ദേ സ്റ്റാർട്ടഡ് ക്വസ്റ്റനിങ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഒരു അൺസർട്ടനിറ്റി ആണ് ഗോഡിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ദേ സ്റ്റാർട്ടഡ് ക്വസ്റ്റനിങ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് പേവ്ഡ് വേ ഫോർ അഗ്നോസ്റ്റിക് ഐഡിയോളജീസ്. അവിടെ നിന്നാണ് അഗ്നോസ്റ്റിക് ഐഡിയോളജീസിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത്. ഓക്കെ, സോ റിയലിസം പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ വിക്ടോറിയൻ കോംപ്രമൈസ് പറഞ്ഞു, അഗ്നോസ്റ്റിസിസം പറഞ്ഞു. ദീസ് ആർ ദ ലിറ്റററി ട്രെൻഡ്സ് ഡ്യൂറിങ് വിക്ടോറിയൻ ഏജ്. ഓക്കെ, റിയലിസം ആയിരുന്നു ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടായിരുന്നത്. വിക്ടോറിയൻ കോംപ്രമൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം എത്തീസം ആൻഡ് അഗ്നോസ്റ്റിസിസവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതേപോലുള്ള ക്ലാസ്സും ഇതേപോലുള്ള മെറ്റീരിയൽസും കിട്ടാൻ വേണ്ടി യു ക്യാൻ ജോയിൻ അവർ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് ആൻഡ് ലിങ്ക് ഈസ് ഗിവൺ ഹിയർ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, QR കോഡ് ഉണ്ട്. പേപ്പർ 1-ൻ്റെയും ഇംഗ്ലീഷിൻ്റെയും നിങ്ങൾക്ക് ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ക്ലാസ്സസ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ്, എവറിത്തിങ് ഈസ് അവൈലബിൾ ഫ്രം ദി പാർട്ട് ഓഫ് AIFER. സോ ഇതേപോലുള്ള ക്ലാസ്സസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.